നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശനിയാഴ്ച പുതുച്ചേരിയിൽ കോൺഗ്രസ് ഹർത്താൽ. ഗവർണർ കിരൺ ബേദിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. മാഹിയിലും ഹർത്താൽ എന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സംസ്ഥാനത്തെ കോഴിയിറച്ചി വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നു. വിപണിയിൽ കുടുംബശ്രീ ഇറക്കാൻ സർക്കാർ നീക്കം. പനിയിൽ വിറച്ചു കേരളം. കോഴിക്കോട് പനി ബാധിച്ച ഒരാൾ മരിച്ചു. ഡെങ്കി എന്ന സംശയം. വിശദമായ വാർത്തകളിലേക്ക്. പുതുച്ചേരിയിൽ ശനിയാഴ്ച കോൺഗ്രസ് ഹർത്താൽ. ഗവർണർ കിരൺ ബേദിയുടെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. മാഹിയിലും ഹർത്താൽ നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് പുതുച്ചേരി സംസ്ഥാനത്ത് ശനിയാഴ്ച ഹർത്താൽ ആചരിക്കും. ഹർത്താൽ മാഹിയിലും ബാധകമാണെന്ന് മാഹി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് ആലോചിക്കാതെ 3 BJP പ്രവർത്തകരെ MLA-മാരായി നാമനിർദ്ദേശം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. CPM, CPI തുടങ്ങിയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് രമേശ് പറമ്പത്ത് അറിയിച്ചു. കിരൺ ബേദി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല പാർട്ടികളിലും ചുറ്റി സഞ്ചരിച്ച് അവസാനം ഡൽഹിയിലെ മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയുള്ള ഒരാളാണ് എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാളിനെതിരായി മത്സരിക്കുകയും കെട്ടിവെച്ച കാശ് പോലും ഇല്ലാതെ ദയനീയമായി പരാജയപ്പെട്ട ഒരു നേതാവാണ് കിരൺ ബേദി. എല്ലാവരും തന്നെ ഇലക്ഷനിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കാത്ത കിരൺ ബേദിയെ പോലുള്ള ആളുകൾ ജനങ്ങളുടെ മനസ്സറിയാതെ അവർക്കിവിടെ ഇംഗിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കാഴ്ച പോണ്ടിച്ചേരിയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. GST കോഴിയിറച്ചി വില നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നു. കുടുംബശ്രീ വഴി കോഴി വിൽപ്പന നടത്തും. കോഴിയിറച്ചിയുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ നടപടി ആരംഭിച്ചു. കെപ്കോ ഇറച്ചിയുടെ വില കുറച്ചു കഴിഞ്ഞു. വിലക്കയറ്റം കൃത്രിമമായി സൃഷ്ടിക്കുന്നതാണെന്ന നിലപാടിലാണ് സർക്കാർ. കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ കുടുംബശ്രീയുമായി ബന്ധിപ്പിച്ച സജ്ജമാക്കാനാണ് പുതിയ നീക്കം. ഇത് സംബന്ധിച്ച ധനമന്ത്രിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി കഴിഞ്ഞു. ഹോട്ടൽ ഭക്ഷണ വില നിയന്ത്രണത്തിനായുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കുകയാണ്. നിയമവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം. സർക്കാർ നടപടി നിലനിൽക്കുകയില്ലെന്ന് നിയമവകുപ്പ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടത്താനും തീരുമാനമുണ്ട്. സംസ്ഥാനത്ത് കോഴിയിറച്ചിയുടെ വില കുതിച്ചുയരുന്നു. GSTയിൽ നികുതി ഒഴിവാക്കിയെങ്കിലും 1 കിലോ ഇറച്ചിക്ക് 4 ദിവസം കൊണ്ട് 30 രൂപയോളം വർദ്ധിച്ചു. സംസ്ഥാനത്ത് കോഴി ഉൽപാദനം കുറഞ്ഞ സാഹചര്യം ഇതര സംസ്ഥാന ലോബി മുതലെടുക്കുകയാണെന്ന് മൊത്തക്കച്ചവടക്കാർ ആരോപിക്കുന്നു. ജൂൺ 30 വരെ 180 രൂപയുണ്ടായിരുന്ന 1 കിലോ കോഴിയിറച്ചിയുടെ വില നിലവിൽ 210 രൂപയ്ക്ക് മുകളിലാണ്. ഇറച്ചിക്കോഴിക്ക് വില കിലോയ്ക്ക് 150 രൂപയിലേറെ. കേരളത്തിലേക്ക് കോഴിയെത്തിക്കുന്ന തമിഴ്നാട്ടിൽ കിലോയ്ക്ക് വില 116 രൂപയായതാണ് വില കൂടാൻ കാരണമായി പറയുന്നത്. GST ആശങ്ക നിമിത്തം കേരളത്തിലെ കോഴിക്കർഷകർ ഉൽപാദനം താൽക്കാലികമായി നിർത്തിവച്ചതും തിരിച്ചടിയായി. എന്നാൽ ഈ സാഹചര്യം മുതലെടുത്ത് ഇതര സംസ്ഥാന ലോബി മനഃപൂർവ്വം വില ഉയർത്തുകയാണെന്ന ആരോപണവുമുണ്ട്. ചരക്കു സേവന നികുതി നിലവിൽ വന്ന ജൂലൈ 1 വരെ സംസ്ഥാനത്ത് കോഴിയിറച്ചിക്കുണ്ടായിരുന്ന നികുതി 14.5%. GSTയിൽ കോഴിയിറച്ചിക്ക് നികുതി ഒഴിവാക്കിയതോടെ കിലോയ്ക്ക് 15 രൂപ വച്ചെങ്കിലും വില കുറയേണ്ടതായിരുന്നു. എന്നാൽ 4 ദിവസത്തിനുള്ളിൽ 1 കിലോ കോഴിയിറച്ചിക്ക് കൂടിയത് 30 രൂപയാണ്. വില നിയന്ത്രണത്തിന് സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. പനി വിട്ടുമാറാതെ കേരളം. കോഴിക്കോട് പനി ബാധിച്ച ഒരാൾ മരിച്ചു. ഡെങ്കി എന്ന സംശയം. ഇതോടെ പനി ബാധിച്ച കഴിഞ്ഞ ദിവസം മരിച്ചവരുടെ എണ്ണം 7 മാസങ്ങൾ പലത് കഴിഞ്ഞു സംസ്ഥാനത്ത് പനി ബാധിച്ചിട്ട്. വിവിധ പേരുകളിലുള്ള പനികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം 7 മരണം കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 പേർ ഡെങ്കിപ്പനി ബാധിച്ചും 4 പേർ പനി ബാധിച്ചുമാണ് മരണപ്പെട്ടത്. കോഴിക്കോട് പനങ്ങാട് സ്വദേശി രാധാകൃഷ്ണൻ, തിരുവനന്തപുരം കൊള്ളിയൂർ സ്വദേശിനി ഓമന, മലപ്പുറം പാങ്ങ് സ്വദേശി മുസ്തഫ, പോരൂർ സ്വദേശിനി സുനിത, കൊല്ലം പത്തനാപുരം മാങ്കോട് സ്വദേശിനി ഉഷ സോമരാജ്, പാലക്കാട് കുമരംപുത്തൂർ സ്വദേശിനി സബൂറ, മലപ്പുറം
വാഴക്കാട് സ്വദേശിനി സമീറ തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടത്. ഓമന, മുസ്തഫ, സുനിത എന്നിവർക്ക് പനി ബാധിച്ചാണ് മരണപ്പെട്ടത്. മറ്റുള്ളവർക്ക് ഡെങ്കിപ്പനിയാണ് മരണകാരണമെന്നാണ് സംശയം. പകർച്ചപ്പനി തടയുന്നതിന് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഉൾപ്പെടെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ മരണം സംഭവിക്കുന്നത് വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. ജിഷ്ണു കേസ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് CBI 2 ദിവസത്തിനകം രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് സുപ്രീം കോടതി. കൃഷ്ണദാസ് കേരളത്തിൽ കയറരുതെന്നും കോടതി പറഞ്ഞു. ജിഷ്ണു കേസ് അന്വേഷണം ഏറ്റെടുത്ത് സംബന്ധിച്ച 2 ആഴ്ചക്കകം വിശദീകരണം നൽകാനാണ് CBIക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. അതേസമയം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിനോട് കേരളത്തിൽ കയറരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. കോയമ്പത്തൂർ വിട്ടുപോകാനും പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെടാതെ കൃഷ്ണദാസ് കേരളത്തിൽ കയറരുതെന്നാണ് നിർദ്ദേശം. ജിഷ്ണു പ്രണോയ്, ഷാഹിർ ഷൌക്കത്ത് അലി കേസുകളിൽ സർക്കാർ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതി വിധി. ചോദ്യം ചെയ്യലിനോ കേസ് ആവശ്യത്തിനു മാത്രമേ കൃഷ്ണദാസ് കേരളത്തിൽ എത്താൻ പാടുള്ളൂ. പാലക്കാട് പ്രവേശിക്കാൻ തനിക്ക് അനുമതി നൽകണമെന്ന് കൃഷ്ണദാസ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി ഇത് അനുവദിച്ചില്ല. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. തലശ്ശേരി നഗരത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ 50 കിലോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 50 കടകളിൽ നടത്തിയ പരിശോധനയിൽ 8 ഇടങ്ങളിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വിവിധ കടകളിൽ നിന്നാണ് 50 കിലോയിലധികം വരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നേരത്തെ പരിശോധന നടത്തിയ കടകളിൽ നിന്നു തന്നെയാണ് ഇവ വീണ്ടും പിടികൂടിയത്. ജൂലൈ 1 മുതൽ ഇത്തരം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്താൽ വൻ പിഴ കട ഉടമകളിൽ നിന്ന് ഈടാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തലശ്ശേരി നഗരസഭ പരിധിക്കുള്ളിൽ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, നോൺ വുവൺ ബാഗുകൾ ഇന്ന് തലശ്ശേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തുകയുണ്ടായി. പരിശോധനയിൽ തലശ്ശേരി ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ 50ഓളം കടകളിൽ പരിശോധന നടത്തുകയും കടകളിൽ നിന്ന് 8 കടകളിൽ നിന്നായി ഏകദേശം 50 കിലോളം നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ക്യാരികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹെൽത്ത് സൂപ്പർവൈസർ M. പ്രശാന്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VP ബാബു, സുരേഷ് ബാബു, സനൽകുമാർ തുടങ്ങിയവർ റെയ്ഡിന് നേതൃത്വം നൽകി. GSTയുടെ മറവിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പകൽക്കൊള്ള. ഊണിന് 23 രൂപ വർദ്ധിപ്പിച്ചതായി പരാതി. GSTയുടെ മറവിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഊണിന്റെ പേരിൽ വൻ കൊള്ള നടക്കുന്നത്. യാതൊരു മാനദണ്ഡവുമില്ലാതെ ഊണിന് 23 രൂപ വർദ്ധിപ്പിച്ചതായാണ് പരാതിയുള്ളത്. നോൺ വെജിറ്റേറിയൻ ഊണിനാണ് വില കൂട്ടിയിരിക്കുന്നത്. 40 രൂപയുള്ള ഊണിന് ഇപ്പോൾ 63 രൂപ കൊടുക്കണം. ജൂലൈ 1 മുതൽ GST ഭക്ഷണവിലയിൽ ഉൾപ്പെടുത്തണമെന്ന് റെയിൽവേ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ മറവിലാണ് ഇത്രയും വില വർധനവ് എന്നാണ് പരാതി. AC ഇല്ലാത്തതുകൊണ്ട് പരമാവധി GST ഈടാക്കാൻ കഴിയുകയുള്ളൂ എന്നിരിക്കെ ഇത്രയും രൂപ വർദ്ധിപ്പിച്ചത് ഏത് മാനദണ്ഡം പാലിച്ചാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതോടൊപ്പം തന്നെ എണ്ണപ്പലഹാരങ്ങൾക്ക് വില 8 നിന്ന് 9 ആക്കി കഴിഞ്ഞു. IRCTയുടെ കീഴിലുള്ള ഹോട്ടലുകളിൽ ഇപ്പോൾ ഊണിന് 85 രൂപയാണ് വില. അതുകൊണ്ട് ഇനി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എവിടെയും കുറഞ്ഞ വിലക്ക് ഊണ് കിട്ടില്ലെന്ന കാര്യത്തിൽ വ്യക്തമായി. കച്ചവടക്കാർക്ക് വില കൂട്ടാൻ അനുമതിയില്ലെന്നും അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നടപടി ഉണ്ടാകുമെന്നുമാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. കരാർ ഏറ്റെടുക്കുന്ന സമയത്ത് നിശ്ചയിച്ച വില തന്നെ പിന്നീടും ഈടാക്കാൻ പാടുള്ളൂ എന്നും റെയിൽവേ അധികൃതർ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ 48,000 രൂപയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഹോട്ടൽ നടത്താൻ ദിവസവും ലൈസൻസ് ഫീ നൽകേണ്ടി വരുന്നതെന്നും അതുകൊണ്ട് നടത്തിപ്പ് നഷ്ടത്തിലാണെന്നാണ് കച്ചവടക്കാരുടെ വാദം. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. കല്ലാച്ചി മാസ്റ്റേഴ്സ് അക്കാദമിയിലെ SFI KSU സംഘർഷം 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കല്ലാച്ചി മാസ്റ്റേഴ്സ് അക്കാദമിയിൽ നടന്ന KSU SFI സംഘർഷത്തെ തുടർന്നാണ് 8 പേർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തത്. SFI പ്രവർത്തകനായ നെട്ടൂർ സ്വദേശി കാപ്പുമ്മൽ അർജുനെ മർദ്ദിച്ച കേസിൽ അർജുന്റെ പരാതിയിൽ അർഷാദ് പറമ്പത്തും കണ്ടാലറിയാവുന്ന മറ്റു 3 പേർക്കുമെതിരെയാണ് കേസ്. KSU മണ്ഡലം പ്രസിഡന്റ് അർഷാദ് പറമ്പത്തിനെ മർദ്ദിച്ച കേസിൽ അർഷാദിന്റെ പരാതിയിൽ അർജുൻ, സച്ചിൻ, വൈശാഖ്, അർജിത് എന്നീ 4 പേർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. ചൊവ്വാഴ്ച KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിനോടനുബന്ധിച്ച മാസ്റ്റേഴ്സ് അക്കാദമിയിൽ മെമ്മോ കൊടുക്കാൻ എത്തിയതായിരുന്നു അർഷാദ്. ഇതിനിടയിലാണ് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ അർജുനും അർഷാദിനും പരിക്കേറ്റിരുന്നു. കൈക്ക് പരിക്കേറ്റ ഇരുവരും നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. മാഹി മേഖലയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ മാഹി മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയുമാണ് ആദരിച്ചത്. മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാഹി MLA ഡോക്ടർ V. രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുകയാണ്.
ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുട്ടികളെ ഇത്തരത്തില് പ്രശസ്ത വിജയം കൈവരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ സന്തോഷിക്കും. ആ ഒരു സന്തോഷമാണ് ദീർഘകാലം അധ്യാപകനായ എനിക്കും ഇവിടെയുള്ളത്. എൻ ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ രേഷ്മ രമേശിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ആരും പേടിക്കണ്ട, പ്രത്യേകിച്ച് കുട്ടികൾ പേടിക്കണ്ട. നിങ്ങളൊരു സിവിൽ സർവന്റ് ആയി ക്യാൻവാസ് ചെയ്യാൻ വന്ന ഒരാളല്ല ഞാൻ. എനിക്ക് സിവിൽ സർവീസ് കിട്ടി, അല്ലെങ്കിൽ ഞാൻ എക്സാം ക്രാക്ക് ചെയ്തു. അതെനിക്ക് ആ വിഷയത്തോട് ഇല്ലെങ്കിൽ ആ ഫീൽഡിനോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നു, ഞാൻ നിങ്ങളെ ഒരു സിവിൽ സർവന്റ് ആക്കി മാറ്റി അതിനെ ക്യാൻവാസ് ചെയ്യുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. എനിക്കറിയാം പല പല സെമിനാറുകളിൽ അല്ലെങ്കിൽ പല പല കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ ആ ഒരു സ്ഥലത്താണ് ഞാൻ ഇരുന്നത്. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ എസ് മാണിക്കദീപൻ, മാഹി മുനിസിപ്പൽ കമ്മീഷണർ അമൽ ശർമ്മ, സിഒ സൂര്യനാരായണൻ, രമേശ് പറമ്പത്ത്, സത്യൻ കുനിയിൽ, കെ വി സുനിൽകുമാർ, ഷർഫുദ്ദീൻ മാസ്റ്റർ, ഉണ്ണി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ടി കെ ഗംഗാധരൻ സ്വാഗതവും എം സി ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില 80 രൂപ കുറഞ്ഞു. തുടർച്ചയായി രണ്ടാം ദിവസമാണ് വില കുറയുന്നത്. 21,520 രൂപയാണ് വ്യാപാരം നടക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന വിലയാണ് ഇത്. നാദാപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ചടങ്ങും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളോളം വിവിധ തസ്തികളിൽ പ്രവർത്തിച്ച പ്രൊമോഷൻ നേടിപ്പോകുന്നവരെയും SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വൈസ് പ്രസിഡന്റ് CV കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ MK അധ്യക്ഷയായി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രൊമോഷൻ നേടിപ്പോകുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് കൃഷ്ണൻ, അക്കൗണ്ടന്റ് PK ശ്രീധരൻ, സീനിയർ ക്ലർക്ക് സച്ചിദാനന്ദൻ എന്നിവർക്കാണ് ഉപഹാരം നൽകിയത്. ഉന്നത വിജയം കൈവരിച്ച TIM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ചടങ്ങിൽ അനുമോദിച്ചു. എൻട്രൻസ് ബിഫാം പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ മുഹമ്മദ് റബീഹിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. SSLC +2 വിജയികൾക്കും ഉപഹാരം നൽകി. ചടങ്ങിൽ മുഹമ്മദ് ബംഗ്ലത്ത, ബീന അണിയാറമ്മേൽ, TK സുബൈദ, MP സൂപ്പി, KM രഘുനാഥ്, PK കൃഷ്ണൻ, KTK ചന്ദ്രൻ, PP ബാലകൃഷ്ണൻ, KM ജമാൽ ഹാജി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. വഴിയോര കച്ചവടവുമായി രാജസ്ഥാനിൽ നിന്നും എത്തിയ സംഘം നാദാപുരം ദേശീയപാതയ്ക്കരികിൽ കുടവിൽപ്പന നടത്തുകയാണ് ഇവർ. മഴ കുറവാണെങ്കിലും വില കുറവുള്ള ഇത്തരം കുടകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. രാജസ്ഥാനിൽ നിന്നും എത്തിയ സംഘമാണ് കുടവിൽപ്പനയുമായി വഴിയോര കാഴ്ചയായി മാറിയത്. നല്ല കുടയാണെന്നും 150 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നതെന്നും ഒരു കുട വിൽക്കുമ്പോൾ 20 രൂപ മാത്രമാണ് ലാഭം ഉണ്ടാകുകയുള്ളൂ എന്നും ഇവർ പറയുന്നു. നല്ല കച്ചവടമുണ്ടെന്നും ഒരുമിച്ചുള്ള സംഘം കണ്ണൂരിലും കച്ചവടം നടത്തുന്നതായും ഇവർ പറയുന്നു. മറ്റു പല കമ്പനികളുടെ കുട വിൽപ്പനയുണ്ടെങ്കിലും എഴുത്തുകൾ ആലേഖനം ചെയ്തതും വലുപ്പവും വളഞ്ഞ കാലോടുകൂടിയതുമായ ഇത്തരം കുടകൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. देखो बढ़िया क्वालिटी का कोड़ा है ये, 150 का बेचते हैं, लास्ट 200 बताते हैं। देखो बम्बई से लेके आते हैं हम, रहने वाले राजस्थान के हैं। इसमें ज़्यादा नहीं, 20 रुपये डिस्काउंट मिलता है हमको, ज़्यादा नहीं मिलता। बाकी सेल अच्छा होता है यहाँ पे। हम 3 आदमी हैं, 7 कन्नूर में भी है थोड़े बहुत लोग। ऐसा बढ़िया सेल होता है, बढ़िया क्वालिटी का है छतरी। ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ മണിക്കൂറുകളോളം കീഴ്മാടത്തും മേക്കുന്നിലും വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാനൂർ ഭാഗത്തു നിന്നും അണിയേരി ഭാഗത്തേക്ക് ഗ്യാസ് സിലിണ്ടറുകളുമായി എത്തിയ ചരക്ക് ലോറിയാണ് കീഴ്മാടത്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ മണിക്കൂറുകളോളം കീഴ്മാടത്തും മേക്കുന്നിലും വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാനൂർ ഭാഗത്ത് നിന്ന് അണിയാരത്തേക്ക് ഗ്യാസ് സിലിണ്ടറുകളുമായി പോകുന്ന ചരക്ക് ലോറിയാണ് കീഴ്മാടത്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. ലോറി കീഴ്മാടത്ത് നിന്ന് കടവത്തൂർ റോഡിലേക്ക് നീങ്ങവേ ബാറ്ററി ഡൌണായി നിശ്ചലമാവുകയായിരുന്നു. ഇവിടെ തുടർച്ചയായ 2ാം തവണയാണ് ഇതേ രീതിയിൽ പൂർണ്ണ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത്. ഇത് കാരണം വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഏറെ നേരെ പ്രയാസം അനുഭവിച്ചു. മേക്കുന്നിൽ മോന്താൽ ഭാഗത്ത് നിന്ന് വന്ന KL 23F 1515 നമ്പർ ചരക്ക് ലോറിയാണ് യാത്രാക്ലേശം ഉണ്ടാക്കിയത്. മേക്കുന്ന് ടൗൺ മധ്യത്തിൽ വാഹനം നിന്നുപോയതിനാൽ ഇവിടെയും മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. മേക്കുന്നിൽ ചോക്ലി പോലീസിന്റെ CCTV സംവിധാനം ഉണ്ടായിട്ടും പോലീസ് സംയോജിതമായി ഇടപെട്ടില്ലെന്ന് വ്യാപാരികളും പറയുന്നു. കർഷക സംഘം നാദാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലാച്ചി പോസ്റ്റ് ഓഫീസിലേക്ക് പിക്കറ്റിംഗ് നടത്തി. കന്നുകാലികളെ കാലിച്ചന്തകളിൽ വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനം റദ്ദാക്കുക, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കല്ലാച്ചി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പിക്കറ്റിംഗ് നടത്തിയത്.
കല്ലാച്ചി ചെത്തുതൊഴിലാളി ഓഫീസിന് പരിസരത്തു നിന്നും കർഷക സംഘം പ്രവർത്തകർ പ്രകടനവുമായാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിയത്. കർഷക സംഘം നാദാപുരം ഏരിയ സെക്രട്ടറി അശോകൻ KM സ്വാഗതം പറഞ്ഞു. സമരത്തിൽ V കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KP ചന്ദ്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യത്തെ മൃഗങ്ങളുടെ അക്രമം തടയുക എന്ന നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് മൃഗങ്ങളെ കൊല്ലാനോ വിൽക്കാനോ പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലും ക്ഷീരമേഖലയിലും അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന മറ്റ് മുഗൾ വ്യവസായം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഈ വിജ്ഞാപനം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. പ്രധാന വാർത്തകൾ വീണ്ടും. ശനിയാഴ്ച പുതുച്ചേരിയിൽ കോൺഗ്രസ് ഹർത്താൽ. ഗവർണർ കിരൺ ബേദിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. മാഹിയിലും ഹർത്താൽ എന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സംസ്ഥാനത്തെ കോഴിയിറച്ചി വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നു. വിപണിയിൽ കുടുംബശ്രീയെ ഇറക്കാൻ സർക്കാർ നീക്കം. പനിയിൽ വിറച്ചു കേരളം. കോഴിക്കോട് പനി ബാധിച്ച ഒരാൾ മരിച്ചു. ഡെങ്കി എന്ന സംശയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.